ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 7-ാം അധ്യായം. ബാബേൽ രാജാവായ ബെൽഷസ്സറിൻ്റെ ഭരണകാലത്ത് ദാനിയേലിന് ലഭിച്ച ഒരു ദർശനമാണ്. ഈ ദർശനം പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നാണ്. ദാനിയേൽ രാത്രിയിൽ കണ്ട ദർശനത്തിൽ 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നു. ഈ മൃഗങ്ങൾ ലോക ചരിത്രത്തിലെ വിവിധ സാമ്രാജ്യങ്ങളെയും അവയുടെ അധികാരമോഹങ്ങളെയും പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു. ഒന്നാമത്തേത് സിംഹത്തെപ്പോലെയും, രണ്ടാമത്തേത് കരടിയെപ്പോലെയും, മൂന്നാമത്തേത് പുലിയെപ്പോലെയും, നാലാമത്തേത് ഭയങ്കരമായതും ശക്തവുമായ ഒരു മൃഗമായിരുന്നു. ഈ ലോകശക്തികൾ താൽക്കാലികവും നശ്വരവുമാണെന്ന് ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തിൻ്റെ അന്ധതയുടെ പിന്നാലെ പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥയും ഇവിടെ വളരെ വ്യക്തമാണ്. ഈ ദർശനം ഇസ്രായേൽ ജനത നേരിട്ടിരുന്ന പ്രവാസത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും പശ്ചാത്തലത്തിൽ അവർക്ക് പ്രത്യാശ നൽകുന്നതായിരുന്നു. ലോകത്തിൻ്റെ ഭരണാധികാരികൾ മാറി മറിയുമെങ്കിലും ദൈവത്തിൻ്റെ ആധിപത്യം എന്നേക്കും നിലനിൽക്കുമെന്ന് ഇത് വിളിച്ചു പറയുന്നു. ഈ സന്ദർഭം മനസ്സിലാക്കുന്നത് ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ രാഷ്ട്രീയ അസ്ഥിരതകളെ ശരിയായ കാഴ്ചപ്പാടിൽ കാണുവാൻ നമ്മെ സഹായിക്കും. ദാനിയേൽ 7-ാം അധ്യായം നമ്മുടെ വിശ്വാസത്തിന് ആഴമേറിയ അടിത്തറ നൽകുന്നു. ലോകശക്തികളുടെ ക്രൂരതയ്ക്കും അഹങ്കാരത്തിനും മധ്യേ ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ. മൃഗങ്ങൾ ലോക സാമ്രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ പ്രാചീനനായവൻ സർവശക്തനായ ദൈവത്തെ സൂചിപ്പിക്കുന്നു. അവിടുത്തെ സിംഹാസനം അഗ്നിജ്വാലകൾ നിറഞ്ഞതും അവിടുത്തെ വസ്ത്രം മഞ്ഞു വർണ്ണമുള്ളതുമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ചിത്രം ദൈവത്തിൻ്റെയും മഹത്വത്തെയും പരിശുദ്ധിയെയും പ്രതീകവൽക്കരിക്കുന്നു. അവിടുന്ന് സകലത്തെയും വിധിക്കുകയും നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നവനാണ്. ഈ ലോകത്തിലെ തിന്മകൾക്കും അനീതികൾക്കും ഒരു അന്ത്യമുണ്ടെന്ന വിശ്വാസം ക്രിസ്ത്യാനികളായ നമ്മൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. നാം കാണുന്ന ലോകക്രമങ്ങൾക്കപ്പുറം സകലത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന ഉറപ്പ് നമ്മളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം. ഈ വിശ്വാസമാണ് സഹോദരങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കേണ്ടത്. ഈ ദർശനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച ലൗകികമായ അധികാരങ്ങൾ ക്ഷണികമാണ് എന്നതാണ്. ഓരോ സാമ്രാജ്യവും ഉയരുകയും തകരുകയും ചെയ്യുന്നു. എന്നാൽ ദൈവരാജ്യം ശാശ്വതമാണ്, നിത്യമാണ്. 4-ാമത്തെ മൃഗത്തിൻ്റെ 10 കൊമ്പുകൾക്കിടയിൽ മുളച്ചു വരുന്ന ചെറിയ കൊമ്പ് അഹങ്കാരത്തോടെ സംസാരിക്കുന്നതും വിശുദ്ധന്മാരെ പീഡിപ്പിക്കുന്നതും അന്ത്യകാലത്തെ തിന്മയുടെ മൂർത്തിഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ലോകത്തിൽ തിന്മ താൽക്കാലികമായി വിജയിക്കുന്നതായി തോന്നാമെങ്കിലും അതിന്മേൽ അന്തിമമായ വിധി തീർച്ചയായും ഉണ്ടാകും. മനുഷ്യപുത്രനോട് സാദൃശ്യമുള്ള ഒരുവൻ വാനമേഘങ്ങളോടെ വരുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തെയാണ് കാണിക്കുന്നത്. അവിടത്തേക്ക് സകല ആധിപത്യങ്ങളും മഹത്വവും രാജ്യത്വവും നൽകപ്പെടുന്നു. ഈ ഉൾക്കാഴ്ച സഹോദരങ്ങളെ നശ്വരമായ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നതിന് പകരം നിത്യമായ ദൈവരാജ്യത്തിനായി ഒരുങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ദാനിയേൽ 7-ാം അധ്യായം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായ പല പാഠങ്ങളും നൽകുന്നുണ്ട്. ഒന്നാമതായി, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നാം വീണു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായി, തിന്മയുടെ ശക്തികളെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ നാം പഠിക്കണം. മൂന്നാമതായി, വിശുദ്ധന്മാരുടെ പീഡനങ്ങളെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതിനാൽ ക്രിസ്ത്യാനികളെന്ന നിലയിൽ കഷ്ടപ്പാടുകൾ സഹിക്കാൻ നാം തയ്യാറായിരിക്കണം. നാലാമതായി, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ നീതിക്ക് അനുസൃതമായിരിക്കണം. അഞ്ചാമതായി, ഈ ലോകം നമ്മുടെ എന്നേക്കുമുള്ള ഭവനമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആറാമതായി, ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തെ നാം വളരെ ഗൗരവമായി തന്നെ കാണണം. ഏഴാമതായി, പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും ദൈവവുമായി നിരന്തരം നാം ബന്ധം സ്ഥാപിക്കണം. എട്ടാമതായി, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ നാം ധൈര്യം കാണിക്കണം. ഒൻപതാമതായി, ക്രിസ്തീയ ജീവിതം ഒരു വിട്ടുവീഴ്ചയല്ല, മറിച്ച് സമർപ്പണമാണെന്ന് നാം മനസ്സിലാക്കണം. പത്താമതായി, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാനും നാം പരിശ്രമിക്കണം. ദാനിയേലിൻ്റെ ഈ ദർശനം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ദൗത്യത്തിലും പൂർണ്ണമായി നിറവേറുന്നു. മനുഷ്യപുത്രനോട് സാദൃശ്യമുള്ളവൻ എന്ന പ്രയോഗം യേശു തൻ്റെ സുവിശേഷങ്ങളിൽ സ്വയം വിശേഷിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദവിയാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിലൂടെയാണ് ഈ പ്രവചനം പ്രാഥമികമായി പൂർത്തിയായതെന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു. അവിടുന്ന് വാനമേഘങ്ങളോടെ പ്രാചീനനായവൻ്റെ അടുക്കലേക്ക് ആരോഹണം ചെയ്യുകയും സകല ആധിപത്യങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
ആത്മീയവും നിത്യവുമായ ഒരു രാജ്യമാണ്. അവിടുന്ന് സ്ഥാപിച്ച സഭയിലൂടെ അവിടുത്തെ ഭരണം ലോകത്തിൽ വ്യാപിക്കുന്നു. അതിനാൽ ദാനിയേലിൻ്റെ ദർശനം ക്രിസ്തുവിൻ്റെ മഹിമയെയും അവിടുത്തെ സഭയുടെ അന്തിമ വിജയത്തെയും മുൻകൂട്ടി കാണുന്നു. ദാനിയേൽ 7-ാം അധ്യായം കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. യേശുക്രിസ്തു താൻ തിരികെ വരുമെന്ന് വ്യക്തമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്യാരണ്ടിയാണ്. അവിടുത്തെ രണ്ടാം വരവ് തികച്ചും അപ്രതീക്ഷിതമായിരിക്കും. അതിനാൽ നാം ഓരോരുത്തരും എപ്പോഴും തയ്യാറായിരിക്കണം. ഇന്ന് തന്നെ അവിടുന്ന് വരുമെന്ന രീതിയിൽ നാം ജീവിക്കുക തന്നെ വേണം. അതാണ് ഏറ്റവും നല്ല ഒരുക്കം. പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ ജീവിച്ച് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്നൊരു മണവാട്ടിയെപ്പോലെ നാം ഒരുങ്ങിയിരിക്കണം. മത്തായി 25-ാം അധ്യായത്തിലെ 10 കന്യകമാരുടെ ഉപമ നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവ് ആസന്നമാണ്. ലോകത്തിലെ സംഭവ വികാസങ്ങൾ അന്ത്യകാല സൂചനകളാണെന്ന് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അതിനാൽ ഓരോ നിമിഷവും ജാഗ്രതയോടെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനം നമുക്ക് അവഗണിക്കാനാവില്ല. ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിൽ മുഴുകി ആത്മീയ കാര്യങ്ങളിൽ അശ്രദ്ധരാകരുത്. നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുസൃതമാണോ എന്ന് നാം സ്വയം പരിശോധിക്കണം. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. തിന്മയെ ചേർത്ത് നന്മയിൽ വളരാൻ നാം ഓരോ നിമിഷവും പരിശ്രമിക്കണം. ഈ ഒരുക്കമാണ് നമ്മെ നിത്യരാജ്യത്തിന് അവകാശികളാക്കുന്നത്. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന വിശ്വസ്തരായ ദാസന്മാരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദാനിയേലിൻ്റെ വിശ്വാസത്തിലും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിലും അടിയങ്ങളെ നയിക്കണമേ. ദിവസേന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവിടുത്തെ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. അപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിപ്പാൻ കൃപ തരണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.